എന്റെ ലോകക്കാരോട് മുഹിബീങ്ങളോട് പറയാനുള്ളത്, നമ്മളെ നാട്ടിൽ ബിദ്അത്ത് വളരാൻ അനുവദിക്കരുത്. അള്ളാന്റെ റസൂലിന്റെ വാപ്പയും ഉമ്മയും നരകത്തിലാന്ന് പറയുന്നവർക്ക് നമ്മൾ വളം വെച്ചു കൊടുക്കരുത്. അതൊരു വസിയ്യത്തായി ഓർമ്മപ്പെടുത്തുകയാണ്. അത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മ നരകത്തിലാണ് എന്ന് പറയാൻ ഉളുപ്പില്ലാത്ത ടീമാണ്. അതാണ് ബിദ്അത്തുകാർ. അവർക്ക് വളരാൻ അവസരം വെച്ചു കൊടുക്കരുത്. അവരെ നിങ്ങൾ ഒരു കാരണവശാലും പിന്താങ്ങരുത്. അവർക്ക് വളരാനുള്ള ഒരു അവസരം നമ്മൾ എവിടെയും ഉണ്ടാക്കി കൊടുക്കരുത്. ഇത് ശക്തമായ ഭാഷയിൽ നിങ്ങൾ ആലോചിച്ചെങ്കിലോ എന്ന് കരുതിയിട്ട് ഒരുപക്ഷെ ഈ പ്രഭാഷണം കഴിഞ്ഞു അടുത്ത കൊല്ലത്തെ പ്രഭാഷണത്തിന് ഞാൻ ഇല്ലെങ്കിൽ എന്റെ നാട്ടുകാർക്ക് എന്നോ ഓർക്കാനെന്നോണം ഒരു വസിയ്യത്തായി പറയാണ്, നമ്മുടെ നാട്ടിൽ ആ വിത്ത് വല്ലാതെ മുളച്ചിട്ടില്ല, ഉള്ളത് തെളുക്കാൻ അനുവദിക്കരുത്. വലിയ അപകടമാണ്. ഹബീബായ നബി തങ്ങളെ ബഹുമാനിക്കാൻ ഞാൻ ഇപ്പോഴും ആലോചിച്ച് നോക്കുകയാണ്. കുറ്റിക്കാട്ടൂർ ഒരു പ്രഭാഷണത്തിന് വേണ്ടി ഒരു റബീഉൽ അവ്വൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോൾ നമ്മൾ പ്രസംഗിക്കാൻ നിൽക്കുന്ന ആ ഹാളിന്റെ താഴെയുണ്ട് ഒരു പോസ്റ്റർ. ആ പോസ്റ്ററിൽ എഴുതി വെച്ചത് പച്ച മലയാളത്തിൽ, ആമിന ബീവി നരകത്തിലാണ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹുമ, രണ്ടു പേര്